നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമാ വിശേഷങ്ങളുമായിട്ടാണ്. പുതിയ കുറച്ച് അപ്ഡേറ്റ്സ്. ആദ്യമേ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രണ്ട് OTT റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജിത്തു ജോസഫ്, ആസിഫ് അലി, അപർണ ബാലമുരളി ടീമിൻ്റെ മിറാഷ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ കാര്യമായ സക്സസ് ആവാതെ പോയൊരു ചിത്രമാണ് മിറാഷ്. എന്നാൽ ഈ ചിത്രം OTTയിൽ വരുമ്പോൾ കാണണം എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഈ ചിത്രം സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സസ്പെൻസ് ത്രില്ലർ ചിത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. അനുപമ പരമേശ്വരൻ നായികയായിട്ട് എത്തിയ കിഷ്കിന്ധാപുരിയാണ് മറ്റൊരു OTT റിലീസ്. സായി ശ്രീനിവാസാണ് ചിത്രത്തിലെ നായകൻ. കൂടാതെ സാൻഡി മാസ്റ്ററും ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. നല്ലൊരു ഒന്നാന്തരം ഹൊറർ ചിത്രമാണ് കിഷ്കിന്ധാപുരി എന്നാണ് റിലീസ് ചെയ്ത ടൈം തൊട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിലൊന്നും ഈ ചിത്രത്തിൻ്റെ വേറെ വേർഷൻസ് ഒന്നും ഉണ്ടായില്ല. തെലുങ്ക് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററുകളിൽ. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസ് മാത്രം. അതുകൊണ്ട് നമുക്ക് ഈ ചിത്രം കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും OTTയിലും വന്നിരിക്കുന്നത് തെലുങ്ക് വെർഷനാണ്. ഉടനെ തന്നെ മറ്റു ഭാഷകളിലും ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ചിത്രം C5-ൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തെലുങ്ക് ചിത്രങ്ങൾ തെലുങ്ക് ഭാഷയിൽ തന്നെ കാണുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ചിത്രം കാണാം, ഹൊറർ ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ. മറ്റുള്ളവർ എന്തായാലും മറ്റു ലാംഗ്വേജിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മിന്നൽ മുരളിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ അരുൺ അനിരുദ്ധൻ്റെ സംവിധാനത്തിൽ ബേസിലും ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും പ്രധാന റോളിലെത്തുന്ന അതിരടി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ടീസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു അതിരടി പടമായിരിക്കും, ഒരു അടിച്ചുപൊളി പടമായിരിക്കും എന്നുള്ള ഒരു മൂഡാണ് ആ പടത്തിൽ തന്നിട്ടുള്ളത്. കാര്യമായിട്ടുള്ള കഥയും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, പക്ഷേ ഒരു ഫുൾ ഓൺ എനർജി പാക്കേജ് പടമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ബേസിലും ടൊവിനോയും അസോസിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു രസകരമായിട്ടുള്ള, അതിപ്പോൾ ഓൺ സ്ക്രീനിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണെങ്കിലും അവരൊരു രസകരമായുള്ള കോംബോ തന്നെയാണ്. ഇതിനോടൊപ്പം വിനീത് ശ്രീനിവാസൻ വരുമ്പോൾ ആ കോംബോയുടെ ഭംഗി കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ടീസർ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കാണാത്തവർ എത്രയും വേഗം കാണുക. അപ്പോൾ ഈ കുറി തിയേറ്ററുകളിൽ ഒരു അടിപൊളി മാസ്റ്റർ പീസ് ഐറ്റം എത്തിയിട്ടുണ്ട്. തമിഴിൽ നിന്നും മാരി സെൽവരാജിൻ്റെ ബേസിൻ കാലമട. ധ്രുവ് വിക്രമാണ് നായകൻ. ധ്രുവ് വിക്രത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചിയാം വിക്രത്തിൻ്റെ മകൻ. കബഡി താരവും അർജുന അവാർഡ് ജേതാവുമായ മാനതി ഗണേഷിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. കളക്ഷൻസിൽ കാര്യമായിട്ടുള്ള ഒരു ഹൈക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ നല്ല റിവ്യൂ ആയതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ കളക്ഷൻസിലും പടം മുന്നോട്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. മലയാള സിനിമയിൽ ഇപ്പോൾ റിലീസുകളുടെ ഒരു തരംഗം തുടങ്ങും. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സിനിമകൾ. വരുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ്. ദേവദൂതനിൽ നിന്ന് തുടങ്ങി സ്ഫടികം വഴി ചോട്ടാമുമ്പയിൽ കയറി മണിച്ചിത്രത്താഴ് വഴി ഇപ്പോൾ ലേറ്റസ്റ്റ് രാവണപ്രഭുവിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ. അതിലേക്ക് മാറ്റുകൂട്ടാനായിട്ട് ലാലേട്ടൻ്റെ പുതിയൊരു ചിത്രം കൂടി ഈ ലിസ്റ്റിലേക്ക്, ഉസ്താദ്. അടുത്തതായി ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്നത് ഗുരുവാണ്. ഗുരു ഇറങ്ങാൻ പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവിന് ശേഷം ഉസ്താദ് തിയേറ്ററുകളിലെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉസ്താദ് 99-ലും ഒരു ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു, പക്ഷേ ഗംഭീരമായ അഭിപ്രായങ്ങൾ നേടിയൊരു ചിത്രമല്ലായിരുന്നു. ഈവൻ സിബി മലയിൽ തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇതൊരു ഷാജി കൈലാസ് ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയതിനെ, ഞാനായതുകൊണ്ടൊരു ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റിൽ ഒതുങ്ങിയ ചിത്രമായി പോയി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞൊരു ചിത്രമാണ് ഉസ്താദ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ലാലേട്ടൻ്റെ ഈ വിന്നിംഗ് സ്ട്രീക്ക് റിലീസുകളുടെ വിജയഗാഥ ഉസ്താദിനും തുടരാൻ കഴിയുമോ? തമിഴ് സിനിമാ പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട ചിത്രമാണ് ധനുഷിൻ്റെ വടച്ചെന്നൈ യൂണിവേഴ്സിലെ പുതിയ ചിത്രമായ അരസൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ടീസർ നിങ്ങളാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുപോകുക. തീപ്പൊരിയായിട്ട് ചിലമ്പരശനാണ് നായകൻ. എക്സൈറ്റ്മെൻറ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് ഈ ചിത്രത്തിൽ ഉണ്ടാവുമോ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചിലമ്പരശനും ധനുഷും സിനിമയിൽ ഒരു കാലത്ത് ചിരവൈരികളായിരുന്നു. ഇവരുടെ ഫാൻസ് തമ്മിൽ ഇരുന്ന് ഏറ്റുമുട്ടിയിരുന്നു. ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള തർക്കങ്ങൾ നടന്നിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു സ്ക്രീനിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു തീപ്പൊരി ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. ടീസർ കാണാത്തവർ എത്രയും വേഗം കണ്ടുപോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ. സിനിമ തിയേറ്ററിലാണെങ്കിലും OTTയിലാണെങ്കിലും വരുന്ന അപ്ഡേറ്റ്സ് അതൊക്കെയാണ്. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നമ്മുടെ ഈ ചാനൽ എല്ലാവരും കാണുക. നേരത്തെ പറഞ്ഞ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക.